ക്ഷേമ പെൻഷൻ കൈക്കൂലി എന്ന AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ പരാമർശം പെൻഷൻ വാങ്ങുന്നവരെ അപമാനിക്കുന്നതെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ 24-നോട്. AK ആന്റണിയും ഉമ്മൻചാണ്ടിയും ഭരിച്ചപ്പോൾ പെൻഷൻ മാസങ്ങളോളം മുടങ്ങിയിട്ടുണ്ട്. പെൻഷൻ ഗഡുക്കളായി കൊടുക്കേണ്ടി വരുന്നത് സർക്കാരിന്റെ പിടിപ്പുകേട് കൊണ്ടല്ലെന്നും മന്ത്രി പറഞ്ഞു. സമീർ ബിൻ കരീം തയ്യാറാക്കി റിപ്പോർട്ടിലേക്കാണ് ഇനി. നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മന്ത്രി വി അബ്ദുറഹ്മാനാണ് നമ്മോടൊപ്പം ചേരുന്നത്. നിലവിൽ എന്താണ് നിലമ്പൂരിലുള്ള സാഹചര്യം, എന്താണ് പ്രതീക്ഷകൾ? ഏറ്റവും നല്ല രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിൽ ഇത്തവണ. രാഷ്ട്രീയമായിട്ടുള്ളൊരു വിജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതീക്ഷിക്കുന്നത്. നിരവധിയായുള്ള ആരോപണങ്ങൾ മുന്നണിക്കെതിരായി കഴിഞ്ഞ 9 വർഷമായി പ്രതിപക്ഷം ആരോപിക്കുകയാണ്. AICC ജനറൽ സെക്രട്ടറി ശ്രീ വേണുഗോപാൽ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസ്ഥാനമൊക്കെ തന്നെ ഒരു ഉത്തരവാദിത്തമുള്ളതല്ല. 60 ലക്ഷത്തിലധികം പെൻഷൻകാരെ അധിക്ഷേപിക്കുന്ന പരാമർശം നടത്താൻ അവർക്ക് എന്തൊരു അർഹതയാണുള്ളത്? ബഹുമാനപ്പെട്ട AK ആന്റണി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ 27 മാസമാണ് ഏറ്റവും കുറഞ്ഞ പെൻഷൻ തുക മുടങ്ങിയിട്ടുള്ളത്. ഉമ്മൻചാണ്ടി അധികാരത്തിലുള്ള സമയത്തും 18 മാസത്തോളം ഈ പെൻഷൻ തുക മുടങ്ങിയിട്ടുണ്ട്. ഇവിടെ കുറഞ്ഞൊരു സമയം പെൻഷൻ മുടങ്ങി. അതെന്തുകൊണ്ടാണ് എന്നുള്ളത് നമ്മൾ ജനങ്ങളോട് വിവരിച്ചതാണ്. സർക്കാരിൻ്റെ പിടിപ്പുകൊണ്ടുകൊണ്ടല്ല, കേന്ദ്ര ഗവൺമെൻറ് തരേണ്ട നികുതി വിഹിതം നമുക്ക് ലഭ്യമാകാത്തതുകൊണ്ടാണ് അന്ന് മുടങ്ങിയത്. UDFിൻ്റെ പ്രധാന വിഷയങ്ങളിലൊന്ന് മലപ്പുറത്തെ ഇടതുപക്ഷം അപമാനിച്ചു, മുഖ്യമന്ത്രി അപമാനിച്ചു, A വിജയരാഘവൻ അപമാനിച്ചു എന്നുള്ളതാണ്. ഒരു മലപ്പുറത്ത് മന്ത്രി എന്ന നിലയ്ക്ക് താങ്കൾക്ക് എന്താണ് അതിൽ പറയാനുള്ളത്? മലപ്പുറത്തെക്കുറിച്ച് ഏറ്റവും അഭിമാനം കൊള്ളുന്ന ഒരാളാണ്. കേരളത്തിൽ EMS ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് മലപ്പുറത്തിനൊരു ഐഡൻറ്റിറ്റി ലഭിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇന്ന് മലപ്പുറം ജില്ല നേടിയിട്ടുള്ള നേട്ടങ്ങളിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ളത് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും CPM-ഉം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും അധികാരത്തിലുള്ള കാലഘട്ടത്തിലാണ്. അപ്പോൾ തെറ്റായ ആരോപണങ്ങൾ ഇനിയും ഉയർത്തിയാൽ കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ നില ഇനിയും പരിങ്ങലാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേയധികം വർഷങ്ങളായി പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഒരു ആരോപണം പോലും തെളിയിക്കപ്പെടാതെ പോവുകയാണ്. അതുകൊണ്ട് തന്നെ അത് വാസ്തവമല്ല എന്നുള്ളതാണ് അബ്ദുറഹ്മാൻ വ്യക്തമാക്കുന്നത്. മാത്രമല്ല നിലമ്പൂരിൽ വലിയ വിജയം LDF നേടുമെന്നും അദ്ദേഹം പറയുകയാണ്. ക്യാമറമാൻ മുഹമ്മദ് അർഷകിനൊപ്പം സമീർ ബിൻ കരീം, 24 തിരൂർ.